നിഷേധിക്കില്ല. മാത്രമാ ഖുർആനിലും ഹദീസിലും 3 ടൈപ്പ് തവസ്സുൽ കാണാൻ സാധ്യ. വസീല 3 ടൈപ്പ് കാണാൻ സാധ്യ. എന്തിനാ? ഒന്നാമത്തേത് അല്ലാഹുരെ നല്ല നല്ല പേര് വെച്ചിട്ട്, അല്ലാഹുരെ അസ്മാഉ സിഫാത്ത് വെച്ചിട്ട് അല്ലാഹുരൊട്ടിಗೆ വസീലാക്കുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു തആല ചൊല്ലുന്നത്, അല്ലാഹു തആലക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ടോ? അഹ്സനായ എല്ലാത്തരം നല്ല നല്ല പേരുണ്ടോ? ആ പേര് വെച്ചിട്ട് നിങ്ങൾ ദുആർക്കുറോ ചന്ത് അല്ലാഹു തആല ചെന്നോണ്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ പേര് വെച്ചിട്ട് അസ്മാഉ സിഫാത്ത് വെച്ചിട്ട് വസീലാക്കുന്നത് നിങ്ങൾ നിഷേധിക്കില്ല. എവിടെയെങ്കിലും നിഷേധിച്ചതായിട്ട് പ്രൂവ് ആക്കാൻ സാധ്യമാണ്? ഇല്ല. അത് ഉദാഹരണം വേണം. ഞാൻ നിങ്ങൾ ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് കേൾക്കறேன், യാ അല്ലാഹ് അൽ വാഹിദുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയേ അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത് വെച്ചിട്ടുള്ള വസീല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിർ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇത് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത് വെച്ചിട്ടുള്ള വസീല. ഇതിനെ അങ്ങനെ നിഷേധിക്കില്ല. ആര് നിഷേധിക്കരുത്? ഇനി രണ്ടാമത്തേത്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആരെങ്കിലും ഈ അസ്മാഉ സിഫാത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരുത്ത ദുആർനാണ്ടെങ്കിൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുറാണ്. അവന്റെ ദോഷത്തെ പുറത്തു കിട്ടുകയായിട്ട് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത് വെച്ച് ദുആർനാണ്ടെങ്കിൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കണം. ഇനി രണ്ടാമത്തേതായിട്ട് നമുക്ക് കാണാൻ സാധ്യ നല്ല നല്ല സ്വാലിഹായ ആൽമാരുടെ ദുആർക്കോ ചൊല്ലുന്നത്. അല്ല, രണ്ടാമത്തേത് ഞാൻ ചൊല്ലുന്നത് സ്വാലിഹായ ആൽമാരുടെ പോയിട്ട് ഞങ്ങൾ ചെയ്യിച്ചിട്ടുള്ളവരുടെ അങ്ങോട്ടേക്ക് പോയി ദുആർക്കോ ചൊല്ലുന്നത്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുടെ മുട്ട് പോയിട്ട് ചെന്നതായിട്ട് ഇതും ഞങ്ങൾ അംഗീകരിക്കുക. ഇതിനെ ഞങ്ങൾ നിഷേധിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുട്ട മനുഷ്യരുടെ എന്തിനെ? അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കുമ്പോ ഞങ്ങൾ നബിരട്ടിക വസീലാക്കിയോണ്ടിന്ന അല്ല, നബിരട്ടിക ഞങ്ങൾക്ക് മല ബന്തില്ലാണ്ട് ബറകാലമന്തിനെ നബിരട്ടിക്ക് പോയി ചെന്നോണ്ടിന്ന നബിയ നിങ്ങ ഞങ്ങൾക്കായിട്ട് മല ബറകായിട്ട് ദുആർക്കോന്ന് ചെന്തി. അപ്പൊ മല ബന്നോണ്ടിന്തി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിര് നോക്കുറു. വഫാത്തായങ്ങളൊട്ടിಗೆ വസീലാക്കുക തീരാ ചെന്തി. ഈ ഹദീസ് പഠിപ്പാട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിര്. ഇപ്പ നിങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടത്താളായിട്ട്. അപ്പൊ നബിയ അബ്ബാസ് നിങ്ങ ഇപ്പ ഞങ്ങൾക്കായിട്ട് വസീലാക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ദുആർക്കണം മലബർഗായിട്ട്. അപ്പൊ ഈ വസീലത്തെ ഞങ്ങൾ നിഷേധിക്കില്ല. ഇനി മൂന്നാമത്തെ വസീലായിട്ട് ഞങ്ങൾ കാണാം, ഞങ്ങളെ നല്ല നല്ല അമലു സ്വാലിഹാത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ദുആർക്കറേ. അമലു സ്വാലിഹാത്ത് വെച്ചിട്ട് മിഡിലാക്കിയിട്ട് ഞങ്ങൾ വസീലാക്കിയിട്ട് അല്ലാഹുവിന്റെ ദുആർക്കറേ. ഇത് അല്ലാഹു തആല സൂറ ആൽ ഇംറാനിൽ 16-ാമത്തെ ആയത്തിൽ പഠിപ്പാട്ട, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ആര്? ഈമാനുള്ള ആൽമാര്, അല്ലാഹുവിന്റെ മേൽ വിശ്വാസക്കൊമന്ന ആൽമാരും അങ്ങ് ചൊല്ലുറാറ്, റബ്ബനാ ഇന്നനാ ആമന്നാ, ഞങ്ങൾ മുഅ്മിനായന, ഫഗ്ഫിർ ലനാ ദുനൂബനാ. മുഅ്മിനായിരാ ചൊല്ലുന്നത് അമലു സ്വാലിഹാത്തായിട്ടിരിക്കേ. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ ദോഷത്തെ നീ പുറത്തുതാ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തെ ശിക്ഷയിൽ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കു ചൊല്ലുറ. ഈ 3 ടൈപ്പ് വസീലത്തെ ഞങ്ങൾ നിഷേധിക്കുന്ന ആൾമാരല്ല, ഞങ്ങൾ നിഷേധിക്കൂ ഇല്ല, ഞങ്ങൾ ഇത് അംഗീകരിക്കുക. ഇനി 4-ാമത്തെ ഒരു വസീല സ്വഹീഹായി ബന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല ഖുർആനില അല്ലാഹുവിന്റെ റസൂല് സ്വഹീഹായ ഹദീസിൽ പഠിപ്പായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ 3 വസീല അംഗീകരിക്കുന്നത്, അങ്ക് 3 വസീല അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് 4-ാമത്തെ വസീല അംഗീകരിക്കുക ഒരു കഷ്ടവും ഇല്ല. ഞങ്ങൾ അംഗീകരിക്കുക 4-ാമത്തെ വസീല മാത്രമാ. 3 അല്ല 4-ാമത്തെ ടൈപ്പ് വസീല ഞങ്ങൾക്ക് സ്വഹീഹായി പറഞ്ഞായിട്ടിരിക്കുന്നു. ഇതേപോലെ ഞാൻ ഇത് മുന്നോട്ട് ചെന്ന് വന്ന എല്ലാ വിഷയ സിയാറത്തുൽ ഖുബൂർ, അതേപോലെ ഖബർ സന്ദർശനാക്കുന്നത്, അത് ഞങ്ങളെ ദുനിയാവൊരു വിഷയത്തിലും തേടാ ചെന്ന് സ്വഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സിയാറത്തുൽ ഖുബൂർ അംഗീകരിക്കണം. ഞങ്ങൾക്ക് ഇതൊന്നും വലിയ വിഷയമല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല ആർച്ചെന്ന് മാത്രമാ അത് സ്വഹീഹായ ഹദീസ് പറഞ്ഞു അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു. ഇനി അതിൽ പിന്നെ എന്നെങ്കിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിന ആഘോഷാക്കാത്തങ്ങ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആഘോഷാക്കില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെരുന്നാൾ നിഷേധിക്കുന്ന ആൾമാർ, നബിരമേ നിഷേധിക്കുക, നബിരമേൽ സലാത്ത് ചൊല്ലുക.
അങ്ങനെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലില്ല എന്ന് ചെല്ലാറ് ചെന്നതുക്ക് അത് ഇതിക്ക് മുന്നേ സ്വാഗത ഭാഷനാക്കി ഞങ്ങളെ ആൾ നിങ്ങളുടെ ചെന്തി നബിയുടെ മേൽ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുറാമ ഇല്ലേ ചെന്ത് അതേപോലെ എൻ്റെ സ്പീച്ചിന്റെ സ്റ്റാർട്ടിങ്ങിലും ഞാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ നാ ചെന്ന അതേപോലെ നബിയുടെ പേര് എപ്പെല്ലാം നാ ചെന്ന അപ്പെല്ലാം അല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നനാണ്. അപ്പൊ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലില്ല എന്ന് അതിക്ക് ഒരു പ്രൂഫും ഇല്ല. മാത്രമാ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലില്ല ചൊല്ലു എന്ത് ചെയ്യുന്നെങ്കിൽ ആ നബിയുടെ മേൽ പിരിച്ചില്ലാത്ത അങ്ങോട്ടാക്കുമായിട്ട് പിന്നെ ഇങ്ങനെ ചൊല്ലാറ് നബിയുടെ മദ്ഹ് പാടില്ല നബിയുടെ മദ്ഹ് ചൊല്ലില്ല ഞങ്ങൾക്ക് നബിയുടെ മദ്ഹ് ചൊല്ലു പോയെങ്ക സ്വഹിയായ ഹദീസിൽ വന്ന് മദ്ഹ് ചൊല്ലു പോയെങ്കിൽ അതേ തീരില്ല. അത്തരം മദ്ഹായിട്ട് ഹദീസിൽ നമുക്ക് കാണുക സാധ്യ. ഒന്നാമത്തത് റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിനെ ഞങ്ങൾക്ക് ചൊല്ലു പോയെങ്കിൽ വ്യാഖ്യാനാക്കു പോയെങ്കിൽ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ചൊല്ലു പോയെങ്കിൽ അത് എത്ര നാളാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന് ചെറിയൊരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊಟ್ಟಿಗೆ മക്കത്തെ മുശ്രിക്കുകൾ ಬಂದಾರು ചെന്നാറ് ദാ നിങ്ങ ഈ കാണ്ട ഗുഡ്ഡരെ ಬಂಗಾರ ಗುಡ್ಡಾಕಿ ತಂದಂಗೆ ഞങ്ങൾ എല്ലാവരും നിന്റെ മേലെ ഈമാൻ കൊമണ്ട ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദുആ നടത്തി അല്ലാഹുവേ ഇങ്ങനെ ചെന്നോണ്ടില്ല നീ ഈ ഗുഡ്ഡരെ ಬಂಗಾರ ಗುಡ್ಡായിക്കോ. അപ്പൊ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര വഹി കൊടുക്കറ രണ്ട് കണ്ടീഷൻ വെക്കറ. ഒന്ന് എന്തിനെ ചെന്നെങ്കിൽ ഈ ഗുഡ്ഡരെ ಬಂಗಾರ ಗುಡ್ಡಾക്കറ മാത്രം ಬಂಗಾರ ಗುಡ್ಡಾക്കി തന്നാണ്ടായെങ്കിൽ പിന്നെ ആരെല്ലാം അള്ളാഹുരെ നിഷേധിക്കാറാ ആങ്ക് വർക്കത്തും രക്ഷയില്ല. അള്ളാഹുരെ ശിക്ഷമേ ശിക്ഷ അല്ലെങ്ക ബാബു തൗബത്തി വർ റഹ്മ തൗബത്തും റഹ്മത്തും ബായിൽ തുറന്നു വയ്ക്കണം. ಬಂಗಾರ ಗುಡ್ಡಾಕಿ ആ ഗുഡ്ഡരെ ಬಂಗಾರ ಗುಡ್ಡಾക്കി തീർക്കില്ല. മാത്രമാ റഹ്മത്തും തൗബത്തെ ബായിൽ ഞങ്ങൾ തുറന്നു വയ്ക്കണം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുರೊಟ್ಟಿಗೆ ಚಿಂತೆ ನಕ್ಕಿ ಆ ಗುಡ್ಡ ಬಂಗಾರ ಗುಡ್ಡ ಹಾಕ್ರೆ ಬೇಡ ನಕ್ಕ ಬಾಬು ತೌಬತಿ ವರ್ ರಹ್ಮಮಯೋ ರಹಮತ್ರಂ ತೌಬತ್ರ ಬಾಯಿಲ್ ಮಯೋ ಬಂಗಾರ ಗುಡ್ಡ ಬೇಡ. ಅಪ್ಪ ഇതിൽ നമുക്ക് പിടി ಅವರು മക്കത്തെ മുശ്രിക്കുകളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് കാട്ടോ പരിപാടി എന്തേ നബിക്ക് പിടിയുണ്ട്. ദാ ഇത് ಬಂಗಾರ ಗುಡ್ಡ ഇങ്ങനത്തെ കുറേ ആൾമാർ എന്താ വിശ്വസിക്കില്ല. അപ്പൊ വിശ്വസിച്ചില്ലാണ്ടെങ്കിൽ അള്ളാഹുരെ ശിക്ഷ അങ്ങനെ മേൽപണ്ട് ആ ശിക്ഷക്ക് അർഹമാവോ തീരണ ഈ ആൾമാർ മുശ്രിക്കായ ആൾമാരെ ഈ അള്ളാഹുരെ ശിക്ഷക്ക് അർഹമാവോ തീരാ. അതുകൊണ്ടിട്ട് അള്ളാഹു നിന്റെ റഹ്മത്തിന്റെ ബായില് നിന്റെ തൗബ ആ ബായില് തുറന്നു പോയി. അതായിട്ട് റഹ്മത്തുകളുടെ ചെറിയൊരു ഉദാഹരണം. ഇത് അള്ളാഹുരെ റസൂലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹല്ലേ നാ ചൊന്നേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹരെ ഞങ്ങൾ അംഗീകരിക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹരെ നിഷേധിമാറാണ് അല്ല. ഞങ്ങൾ നിഷേധിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ അംഗീകരിക്കാത്തങ്ങല്ല. പിന്നെ കുറിയാൽ ചെല്ലുറാറ് ഖുർആനിലെ ആയത്തുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തനാലെ ഞങ്ങ ആചരണ ആക്കുന്ന ചിന്ത അത് എല്ലാ ജാഗയിൽ പോയും കാണുക സാധ്യ. സൂറ യൂനുസ്രെ 58 ആയത്തിൽ നിങ്ങൾ ബൈഹാട്ടാക്കി വെക്കൂ. സൂറത്ത് യൂനുസ് 58 ആയത്തിൽ നിങ്ങൾ ബൈഹാട്ടാക്കി വെക്കൂ. എന്തൊരു ബൈഹാട്ടാക്കി വെക്കുന്നു? അതെ അതിലുണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. ಅಂದ್ರೆ അല്ലാഹു നിങ്ങ ചൊല്ലുറോ അല്ലാഹുര ശ്രേഷ്ഠತೆ കൊണ്ടിട്ടും അല്ലാഹുര റഹ്മത്ത് കൊണ്ടിട്ടും ഫബിദാലിക ഫൽയഫ്റഹു നിങ്ങ ആ കാരണത്തെ നിങ്ങ ಸಂತೋಷ ಪ್ರಕಟಾಕರು ವ ಖೈರುಂ ಮಿಮ್ಮಾ ಯಜ್ಮഊൻ. ഈ ആയത്തിലെ ನಾನು നിങ്ങളെ ചൊല്ലുക ഇത് സൂറ യൂനുസ്രെ 58 ആയത്ത്. ഇതിലെ കന്നഡത്തിലെ അർത്ഥ ഞങ്ങളെ ഈ കന്നഡത്തിലെ പ്രിന്റിംഗ് ആയ അങ്ങനെ ചൊല്ലുക. നാ ചൊല്ലല്ല, ನನ್ನ ಭಾಗತ್ಲಾയിട്ട് ನಾನು ഒന്നും ചൊല്ലില്ല. ಇದರ ಅರ್ಥ ಎಂದ್ರೆ ಹಿಂಗೆ ಚೊಲ್ಲುವ, ಓ ಪೈಗಂಬರರೇ ಹೇಳಿರಿ, ಇದನ್ನು ಅವತೀರ್ಣಗೊಳಿಸಿದ್ದು ಅಲ್ಲಾಹನ ಔದಾರ್ಯ ಮತ್ತು ಕೃಪೆಯಾಗಿರುತ್ತದೆ. ಇದನ್ನು
ಸಮಾತಿಲ್ ನೆನಪಬೇಕು. ಇದನ್ನು ಅವತೀರ್ಣಗೊಳಿಸಿದ್ದು ಅಲ್ಲಾಹನ ಔದಾರ್ಯ ಮತ್ತು ಕೃಪೆಯಾಗಿರುತ್ತದೆ. ಈ ಮೂಲಕ ಜನರು ಸಂತೋಷ ಪಟ್ಟುಕೊಳ್ಳಲಿ. ಈ ಮೂಲಕ ಜನರು ಸಂತೋಷ ಪಟ್ಟುಕೊಳ್ಳಲಿ. ಏದ್ರ ಮೂಲಕ? ಏದ್ರ ವಿಶೇಷ ಜಲ್ರೆ ಎಲ್ಲರೂ ಸಮಾತ್ಕ ಪಡಿಕರು. ಅದು ಜನರು ಶೇಖರಿಸುತ್ತಿರುವ ಎಲ್ಲಾ ವಸ್ತುಗಳಿಗಿಂತಲೂ ಉತ್ತಮವಾಗಿದೆ. ಇದರ ನೀವು ವ್ಯಾಖ್ಯಾನ ನೋಡ್ಕರು. ಈ ಮೂಲಕ ಅವರು ಸಂತೋಷ ಪಟ್ಟುಕೊಳ್ಳಲಿ ಎಂಬುದರ ಉದ್ದೇಶವು ರಹಮತನ್ನು ಎತ್ತಿ ಹೇಳಬೇಕೆಂಬ ಆಶಯವನ್ನು ಗಟ್ಟಿಗೊಳಿಸುವುದು. ಯಾವುದರಿಂದಲಾದರೂ ಅವರು ಸಂತೋಷ ಪಟ್ಟುಕೊಳ್ಳುವುದಿದ್ದರೆ ಈ ಮೂಲಕ ಮಾತ್ರ ಅವರು ಸಂತೋಷ ಪಟ್ಟುಕೊಳ್ಳಲಿ ಎಂಬುದೇ ಇದರ ಮೂಲಾರ್ಥ. ರೂಹುಲ್ ಮಆನಿ, ಆತ್ಮೀಯ ಅನುಗ್ರಹಗಳು ಬಂದರೆ ಅದು ಅಲ್ಲಾಹನ ರಹಮತ್ ಹಾಗೂ ಔದಾರ್ಯ ಆಗಿದೆ ಎಂಬುದರ ತಳಹದಿಯಲ್ಲಿ ಸಂತೋಷ ಪ್ರಕಟಣೆ ಕಡ್ಡಾಯ. ಒಂದು ಅನುಗ್ರಹದ ಬಗ್ಗೆ ಅಲ್ಲಾಹನ ಅನುಗ್ರಹ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಪಡುವ ಸಂತೋಷವು ಅಲ್ಲಾಹನ ಬಗ್ಗೆ ಸಂತೋಷ ಪಡುವಂತಾಗುತ್ತದೆ. ಇದು ವಿಶ್ವಾಸದ ಪೂರ್ಣತೆ ಹಾಗೂ ಯಶಸ್ಸಿನ ಸಂಪೂರ್ಣತೆಯಾಗಿರುತ್ತದೆ ಎಂದು ಸಿದ್ಧೀಗಳು ಪ್ರಸ್ತಾಪಿಸಿದ್ದಾರೆ. ಇದಾಯ ಡಿಗ್ರಿ ಈ ಆಯತ್ರ ಅರ್ಥಂ ಈ ಆಯತ್ರ ವ್ಯಾಖ್ಯಾನ ಓದಿದೆ. ഇതില് എവിടെങ്കിലും വ്യാഖ്യാനത്തിലാവട്ടെ അർത്ഥത്തിലാവട്ടെ എവിടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തനാൾ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തനാൾ രണ്ടിങ്ങ സന്തോഷ പ്രകಟಾಕುರುಚಂತೆ അല്ലെങ്കിൽ റബിഉൽ അവൽ 12 രണ്ടിങ്ങ പ്രകಟಾಕುರುಚಂತೆ എവിടെ ಉಂಟು? ನಾನಲ್ಲ ಚಂದ. ಈ ഖുർആൻ പവിത്ര ഖുർആൻ ಇದರ ಅನುವಾದ ಹಾಕಿದೆ ಸಯ್ಯದ್ ಮುಹಮ್ಮದ್ ಹಬೀಬುಲ್ಲಾಹ್ പൂക്കോയ തങ്ങൾ. ಇದರ ಪ್ರಕಾಶನ ಹಾಕಿದೆ ಮರ್ಸಿನ್ ಪಬ್ಲಿಕೇಶನ್ ಮತ್ತು ಅಲ್ ಮದೀನಾ ಪಬ್ಲಿಕೇಶನ್ ಮಂಗಳೂರು. ಇನಿ ಫಲ್ ಯಫ್ರಹು ನಂಗೆ ಸಂತೋಷ ಆಗ್ರ ನಂಗೆ ಖುಷಿ ಪಡ್ರ ನಂಗೆ ಖುಷಿ ಪಡ್ಲ ಚಲ್ರ ನಂಗೆ ಖುಷಿ ಪಡ್ರ ಎಂದ್ರೆ ಖುಷಿ ಪಡಗುಲ್ಲ ಮಾರ್ಗ ಅಂದ್ರೆ ಅಲ್ಲಾಹು ರಸೂಲ್ ಎಂಗನ ಪಡಿಪಾಟ್ರಿ ನಿಂಗೆ ಖುಷಿ ಪಡವನುಂಟ ಹೆಂಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಟ್ರಿ ಅಂದ್ರೆ ಅಂಡ್ ನೋವು പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തനാല് ഞാൻ പെത്തനാല് തിങ്കളാഴ്ച ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അപ്പൊ ಅಂಡ್ ಎಂದ್ರಾಕೊಂಡು ಚೆಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಟ್ರಿ ಅಂದ್ರೆ ದಾ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಟ್ರಿ ಅಂದ್ರೆ ನಂಡೆ ಪೆತ್ತನಾಳು തിങ്കളാഴ്ചയായ കാരണത്തിക്ക് നിങ്ങൾ അണ്ട് നോം പിടിക്കുറിച്ചെന്ന് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ് ആയെങ്ക ഇതല്ലാതെ അതേപോലെ ഖുർആൻ അവതീർണ ആയതിന് നിങ്ങൾ സന്തോഷപ്പെടു ചെന്തായിട്ട് ഈ ആയത്തിലെ വ്യാഖ്യാന അല്ലെങ്കിൽ ഇതിലെ വ്യാഖ്യാന ആക്കിയ മുഫസ്സിർ മാ ചൊല്ലത് അതിന് ഞങ്ങൾ സന്തോഷപ്പെടുക. റമദാൻ തിങ്കളെ ഞങ്ങൾ നോം പിടിക്കുക. റമദാൻ തിങ്കളുടെ 27 അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ 2 ആയിട്ട് അല്ലാഹു തആല അവതീർണാക്കിയ ചെന്തും കൊറിയ ഉലമാക്കൽ അഭിപ്രായ 27 ಉಂಟು ಮುಂಡು ಆಯಂಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಡ್ರೆ ಅಂದ್ರೆ 21 23 25 27 29 ഈ ഓഡ് നമ്പേഴ്സ് നിങ്ങൾ ലൈലത്തുൽ ഖദർ കാത്തു ദൈക്കു. അപ്പൊ ഈ ലൈലത്തുൽ ഖദർ അണ്ടായിട്ടിക്ക് അല്ലാഹു തആല ഖുർആനിൽ അവതീർണാക്കിയ ചെന്തു അല്ലാഹു തആല ഖുർആനിൽ പടിപ്പാട്ടിയുള്ള ഇതിൽ ഞങ്ങൾ സന്തോഷപ്പെടുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്ന റമദാൻ തിങ്കളല്ലേ ഇത്ര നിഷേധിക്കുക ആർക്ക് സാധ്യം കണ്ടാ സലഫിരങ്ങ നോമ്പ് പിടിക്കില്ല റമദാൻ തിങ്കള് ചെന്ന് ഒരാൾക്കും സാധ്യമല്ല. ഇനി ഇതിരെ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനാക്കുമ്പോ ഈ ആയത്തിനെ അങ്ക് ബേനായത് പോലെ വ്യാഖ്യാനാക്കുമ്പോ ഞാൻ പിന്നൊരു വിഷയം ചൊല്ലുക എന്തിനാ ചെന്നെങ്കിൽ അല്ലാഹു തആല സൂറ അർവ ഈ ഇതേ സൂറത്തിലെ 59 പിന്നെ 60 ആയത്ത് ആ ആയത്ത് നോക്കാനായിട്ട് കൊണ്ടില്ലേ ഞാൻ 6 അർസത്തിൽ ചൊല്ലറല്ല 6 പൂർവ അർസത്തൊട്ടിಗೆ അല്ലെങ്കിൽ പൂർവ വിദ്വേഷത്തൊട്ടിಗೆ ഇದ್ರೆ കാത് കൊടുക്കರೆಂಗും അയാളെ സ്വന്തം ನಮ್ಮ ನಫ್ಸರೊಟ್ಟಿಗೆ ಕಟ್ಟಿ ನಾನು ಚೆಂದು ಉಂಟ್ಲದ ಸಮಮ ನಾನು ವ್ಯಾಖ್ಯಾನ ಹಾಕಿ ಉಂಟ್ಲದ ಸಮಮ ಚೆಂತೆ ಕಬರ್ರೆ ನೆನಪಾಕಿಟ್ಟು ಚೊಲ್ಲಟ್ಟಿ ഖിയാമത്ത് നാളിന് മഹ്ശറിൽ ഓരോരുത്തായിട്ട് വരുമ്പോ ആ അതിരെ ನೆನಪು വെച്ചിട്ട് ചൊല്ലട്ടെ ഖബറിൽ അല്ലാഹു തആല ആ സത്യനിഷേധിമാർക്ക് ശിക്ഷ കൊടുക്കുമ്പോ ആ ശിക്ഷരെ ನೆನಪಾക്കിಟ್ಟು സ്വന്തവും അയാൾ സ്വന്തം നഫ്സറൊട്ടിಗೆ കಟ್ಟಿ ನಾನು ಚೆನ್ನದ ಸಮಮ ಈ ಫಲ್ ಯಫ್ರಹು ಚೊಲ್ಲದೆ ಅಲ್ಲಾಹುರ ರಸೂಲ್ ಪೆತ್ತದಿ ನಿಂಗೆ ಕೊಸಿ ಪಡ್ರು ಚೊಲ್ಲದೆ ನಾ ಚೆನ್ನದ ಸಮ ಸ್ವಂತ ಆತ್ಮತ್ತೊಟ್ಟಿಗೆ ಒರ್ತಮೆ ಜಿತ್ತಿ ಚಿಂತನೆ ಹಾಕೋಣ. ಕಾರಣ 6 അടി മണ്ണിലെ ഖബറിലെ നണ്ടൊട്ടിಗೆ ಬೇರೊತ್ತೆ കിടക്കില്ല നാനായിട്ടിക്കറ നണ്ട അമലായിട്ടിക്കറ
നാനാക്കിയ അമലു സ്വാലിഹാത്താവട്ടെ, നാനാക്കിയ അമലു സയ്യാത്താവട്ടെ, അത് മാത്രമേ ആയിട്ട് നന്നുടേക്കരുത്. ഇത് ഞങ്ങൾ ഓരോരുത്തും ಸ್ವಂತ ಚಿಂತನಾಕಟ್ಟು. ഖിയാമത്ത് നാളിന്റെ നാ ബർമ്പോ നന്റെ അവസ്ഥ എന്തായിട്ടിക്കു? ഈ ആയത്തിന് ഞാൻ വ്യാഖ്യാനാക്കിരെങ്കിൽ ആൾമാറതായിട്ട് അല്ലെ ആൾമാരെ കയ്യിൽ നിന്ന് പ്രശംസ കിട്ടതായിട്ട് ആക്കിരണ്ടെങ്കിൽ നന്റെ അവസ്ഥ എന്തായിട്ടിക്കു? ഞാൻ ആരും ദൂരെ പോയിട്ടില്ല. ഞാൻ ഇത്തരത്തോളം ചെന്ന് വന്നത് ദാ ഖുർആനും ഹദീസ് മാത്രമേ ആയിട്ട് ഞാൻ നിങ്ങൾ ചെന്നത്. ഇനി ബിദ്അത്ത് എന്ത്? ഞങ്ങ ഒർക്കത്തും പുതിയത് ആക്കോന്ന് ആറൊട്ടിക്കും ചൊല്ലില്ല. ഒന്നും പുതിയത് ആക്കോന്നും ചൊല്ലില്ല. ഖുർആനും ഹദീസ് യന്ത്ര പഠിപ്പാട്ട് അത് മാത്രമേ ആക്കിയമ്മയ്യാവൂ. അത് എത്രമാവുണ്ടോ ആക്കി തീരാവില്ല, അത്ര ഉണ്ടോ. അപ്പൊ അത് മാത്രമേ ആക്കിയമ്മയ്യാവുന്നങ്ങ. ഇനി നിങ്ങൾ പുതിയതാക്കൂ ചെന്ത് ഞങ്ങ എവിടെ ഞങ്ങ ചൊല്ലരേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പാട്ടി ആയത്ര മേലുള്ള വിശ്വാസമുണ്ടോ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്രമേല് വിശ്വാസമുള്ള ഏതൊരു മുഅ്മിനും അല്ലെങ്കിൽ ഏതൊരു മുസ്ലിമും അല്ലാഹുവിന്റെ ദീനില് നിങ്ങൾ പുതിയത് ഉണ്ടാക്കണം ചൊല്ലോ സാധ്യമല്ല. ആരെങ്കിലും ഒത്ത പുതിയത് ഉണ്ടാക്കിയാണ്ടെങ്കിൽ അവന്റെ വിഷയത്തില് ഇമാം മാലിക് എന്ത് ചെന്ന് അതും ഞങ്ങൾ അനുഭവിക്കണം. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേന്ദ്ര പഠിപ്പാടിത്തെ ഇമാം മാലിക് ചെന്ന് നോക്കൂ. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം അല്ലെ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന الرسالة ഇഖ്റഉ ഖൗലല്ലാഹി തആല അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ಅಂದ್ರೆ ഇമാം മാലിക് ಅಂದ್ರೆ മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ആരായെങ്കിലും ഓർത്ത ഇസ്ലാം ദീനിൽ ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയ പുതിയത് ഉണ്ടാക്കിയ യറാഹ ഹസനതൻ അവൻ ചൊല്ലറ ഇത് നല്ലത് ഞാൻ ആക്കിയ ഇത് നല്ലത് വലിയ വിഷയമല്ല നല്ലതല്ലേ ഞാൻ ആക്കിയോണ്ടില്ലേ. അപ്പ ഇമാം മാലിക് ചൊല്ലറ നാനല്ല ചെന്നോണ്ടില്ലേ. ഞങ്ങൾ എല്ലാവരും അയിമ്മത്തുൽ അർബ 4 ഇമാംമാര് ചെന്ന് അംഗീകരിക്കണം. അതേപോലെ 4 ഇമാംമാര് ഏതെങ്കിലും ഒരു ഇമാമിനെ തക്ലീദാക്കില്ലെങ്കിൽ അവന് വാളും മുതില് ചെന്ന് ചൊല്ലൊരു ആൾമാരട്ടെ ചൊന്നുള്ളത്. ഇത് ഇമാം മാലിക് ചെന്നത് എന്തേ ആരായെങ്കിലും ഓർത്ത പുതിയത് ഉണ്ടാക്കാം. അങ്ങനെ അവನು പുതിയത് ഉണ്ടാക്കിയാണ്ടെ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ അവನು വാദാക്കിയിട്ടുള്ള അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ന റിസാലത്തിൽ വഞ്ചന കാട്ടിട്ട് നഊദു ബില്ലാഹി മിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ന റിസാലത്തിൽ വഞ്ചന കാട്ടിട്ടായിട്ട് ഇದ್ರ ಅರ್ಥ എന്തേ കാരണം വെച്ചെങ്കിൽ ഇമാം മാലിക് சொல்ற ഇഖ്റഉ ഖൗലല്ലാഹി തആല അല്ലാഹു തആല ആ ആയത്തും നിങ്ങൾ ഓതുരു എന്തേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ദാ ഇന്നത്തെ നാൾ ദാ നിങ്ങൾക്ക് ഞാൻ ഈ ദീനിനെ കംപ്ലീറ്റ് ആക്കി തന്നര. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി നന്റെ നിഅമത്തും ദാ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തന്നര. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ നിങ്ങൾക്ക് ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെടുന്നത് അത് ഇസ്ലാം ദീനായിട്ട് അതല്ലാത്ത വേറൊരു ദീനോട് ഞാൻ തൃപ്തിപ്പെടില്ല. ഇതായിട്ട് അല്ലാഹു തആല സൂറ ഈ ആയത്ത് ചെന്നത്. അപ്പൊ ഈ ആയത്തിൽ ചെന്ന് ഈ ആയത്തിന് വിരുദ്ധമായിട്ട് സലഫിനങ്ങൾ ചെന്നോണ്ടില്ലേ ഒർക്കത്തുമല്ല. ഇനി നോക്കൂ ഞങ്ങ ഇസ്ലാം ദീനില് പഠിപ്പാട്ടിയതിനാണ്ടി അപ്പുറ ആക്കൂ തീരാ ചെന്നോണ്ടില്ലേ. ഇസ്ലാം ദീനില് അള്ളാഹു റസൂൽ എന്ത്ര പഠിപ്പാട്ടിര അദ്രാണ്ടി നിങ്ങൾ അപ്പുറ ആക്കണ്ട. അള്ളാഹു റസൂൽ എന്ത്ര പഠിപ്പാട്ടി അത് മാത്രം ആക്കിയാൽ മതിയാവും. നോക്കൂ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ ഒരു സ്വഹാബിന്റെ അയാൾ ഒരു നാൾ പള്ളിക്ക് പോകുമ്പോ കുറെ ആൾമാർ ഒട്ടിಗೆ കൂടി തെച്ചോണ്ടുള്ളാർ. കൂടി തെച്ചിട്ട് ഒരാൾ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹി ലാ കല്ലൊട്ടിಗೆ എണ്ണിയിട്ടുള്ളാർ. അപ്പൊ പിന്നെ ഒരാൾ ജോറിൽ ചെന്നു സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാരും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് കല്ലിങ്ങനെ വെച്ചോണ്ടുള്ളാർ. കല്ല് തസ്ബീഹ് ആക്കിയോണ്ടുള്ളാർ.
അപ്പൊ പിന്നെ അല്ലാഹു അക്ബർ. ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുന്നു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നത് വൈഹകും യാ ഉമ്മത മുഹമ്മദ്, ഏ ഉമ്മത്തെ മുഹമ്മദ്, അല്ലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എനിക്ക് നാശ. മാ അസ്റഅ ഹലക്തുകും, എത്ര വേഗം നിങ്ങൾ നാശായി പോയി. ಅಂದ್ರೆ ഹൗലായി സ്വഹാബത്തു നബിയിക്കും മുതവാഫിറൂന, നിങ്ങളെ എതിർലുദാ റാശി റാശി അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായ സ്വഹാബിമാർ നിങ്ങളെ എതിർലുള്ളാർ. വഹാദിഹി സിയാബുഹു ലം തബുൽ വആനിയതുഹു ലം തുക്സർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്രസ് ഉണ്ട്, ആ നബിയുടെ ഡ്രസ് കുമ്പായിട്ടില്ല. അതേപോലെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ആക്കിയിട്ടുള്ള എടക്കലുണ്ട്, അത് വടിഞ്ഞു പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹദാ മിൻ മില്ലത്തി ഇബ്രാഹിം മിൻ മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചെന്നതെಂದ್ರೆ நீங்க வியார்ச்சிராரு, நீங்க எந்த வியார்ச்சிரேന്ദ്ರೆ நீங்க இப்போ உள்ள ஒரு மில்லத்து அது முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் இன்ன மில்லத்ரான்டி யார ஹிதாயத்துல்ல யார சன்மார்க்கத்துல்ல மில்லத்து நீங்க வியார்ச்சி போயிராரு. இது ஆர் சொல்றே? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നത് എപ്പോ ചെന്നരെ ಅದು ನನ್ನ ಇಬ್ಬರು ಅಂದ್ರೆ അങ്ങ് ബെന്ത് തപ്പാക്കിയിട്ടില്ല, അങ്ങ് നല്ല സ്വറാക്കി ഉണ്ടല്ലേ. അങ്ങ് അല്ലാഹു അക്ബർ ചെന്തു വർത്ത ചെന്തു കൊടുക്കുമ്പോ എല്ലാരും അല്ലാഹു അക്ബർ ചെന്നുണ്ടല്ലേ കല്ലെന്നിട്ട് സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോ ഇത് തസ്ബീഹും ദിക്റും തക്ബീർ ചെന്നുണ്ടല്ലേ, തഹ്ലീലാക്കിയുണ്ടല്ലേ. പിന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ நீங்க நாசத்துள்ளாரு, நீங்க வியார்ச்சி போயிருந்தே முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் தஆலா இன் முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் இன்ன ആ മില്ലത്തിലാണ്ടി യാർ ഹിദായത്തുൽ മില്ലത്ത് நீங்க വിയാർച്ചിര പോയിരാർ ചെന്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞങ്ങും അതേ ചെന്നോട്ടില്ല ಅಂದ್ರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയെ അതേപോലെ സ്വഹാബത്ത് ഇന്ന ആ ഒരു മില്ലത്തിൽ നിൽക്കുന്നു, അതല്ലാണ്ട് അദ്രാണ്ടി അപ്പുറമുള്ള മില്ലത്ത് നിങ്ങൾക്ക് വേണ്ട. അതായിട്ട് സലഫി മൻഹജ്, അതായിട്ട് സലഫി ആദർശ. ഇതല്ലാത്ത പുതിയത് നിങ്ങൾ ആക്കുറോ ചെന്ത് ഞങ്ങൾ എവിടെയും ചൊല്ലുറുമില്ല. അല്ലാഹു തആല ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയതുപോലെ ജീവനാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല ഞങ്ങളെ ഹിദായത്തിലാക്കട്ടെ. ഞങ്ങൾ ഗൊന്നിട്ടും ഗൊന്നില്ലാണ്ടെയും ആക്കിയ ദോഷത്തെ അല്ലാഹു തആല ഞങ്ങളെല്ലാവരും ദോഷത്തെ പുറത്തരട്ടെ. അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എല്ലാവരും അമ്പിയാക്കന്മാരട്ടിയും ശുഹദാക്കന്മാരട്ടിയും സ്വാലിഹായ ആൾമാരട്ടിയും ഔലിയാക്കന്മാരട്ടിയും അല്ലാഹു തആല ഞങ്ങൾ എല്ലാവരും ആക്കി തരട്ടെ. അതേപോലെ ഇവിടെ ഒരാൾക്ക് ദുആർക്ക് വന്നൊരു ചിന്നെങ്കിൽ ഒരാൾ ആക്സിഡന്റില് ഒരാൾക്ക് ഗായായി ആക്സിഡന്റ് ആയിട്ട് അയാൾക്കായിട്ട് ദുആർക്കൊന്ന് ചെന്ന് ഞങ്ങളുടെ ആവശ്യപ്പെട്ടാർ. അല്ലാഹു തആല അയാളെ രോഗത്തെ ആയത്ര വേഗ ശിഫാക്കട്ടെ. അതേപോലെ ഞങ്ങളെ സലഫി കാര്യകർത്തായിട്ടുള്ള അമീർ അതേപോലെ സലീം ചിലർ രണ്ട് ആൺമക്കളെ ഉമ്മ ആയിട്ടുള്ള ഉമ്മ മരിച്ചുപോയത് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങളെ മുസ്ലിം സമുദായത്തിൽ എത്ര ആൾമാർ കടത്തിലും രോഗത്തിലും കഷ്ടപ്പെട്ടുകൊണ്ടുള്ള അല്ലാഹു തആല ഞങ്ങളെല്ലാനത്തെ കടത്തും രോഗത്തും എല്ലാനത്തെ കഷ്ടത്തെ ദൂരാക്കി കൊടുക്കട്ടെ. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.